ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയിട്ടുള്ള മസ്ക ബണ്ണും ഇറാനി ചായയുമാണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കും കൊതിയായി ഇതൊന്ന് തയ്യാറാക്കി നോക്കണമെന്ന്. അങ്ങനെ ഞാനും ഉണ്ടാക്കി. വെറുതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിന്നത് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമ്മൾ 2 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ഏലക്കയുടെ സീഡ് പഞ്ചസാരയുമായിട്ട് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതിലെ നല്ല ഒരു കളറൊക്കെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുപ്പൊക്കെ ഒന്ന് തുറന്ന് ഇനി ഇത് അരിച്ചങ്ങ് മാറ്റി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതേ പാനൊന്ന് കഴുകിയതിന് ശേഷം വലിയ 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയാണ് എടുക്കേണ്ടത്. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ ചായ ഇടുന്ന അതേപോലെ അല്ല ഇത് തയ്യാറാക്കേണ്ടത്. ഈ പാലൊക്കെ നന്നായിട്ട് കുറുകി വരണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ട് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയ്ക്ക് പകരം ഈ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ തവിക്ക് 1 തവി ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഞാനിവിടെ 2 ബണ്ണാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ല ക്രീമി ആയിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ തവിക്ക് 1 തവിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് നമ്മളിവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ മധുരം തിന്നാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബണ്ണിലേക്ക് നമുക്ക് ഈ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബണ്ണിൻ്റെ ഉൾഭാഗത്തായിട്ട് ആദ്യം നന്നായിട്ട് ക്രീം തേച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ക്രീം ഒരുപാട് കഴിക്കാൻ, അതായത് മധുരം ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ക്രീം തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് 2 ഭാഗങ്ങളും ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്കിതുപോലെ ക്രീം തേച്ച് കൊടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാ സൈഡിലും ഒന്ന് ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ചായ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പാലൊക്കെ നന്നായിട്ട് വറ്റിച്ച് നല്ല കടുപ്പത്തിലുള്ള ചായയാണ്. അങ്ങനെ നമ്മളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചായ തയ്യാറാക്കാനുള്ള ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേയിലവെള്ളം ഉണ്ടല്ലേ, നല്ല കടുപ്പത്തിലുള്ള, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കൊതി വരുന്നുണ്ടോ? എനിക്ക് കൊതി മൂത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്